മലപ്പുറം ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള നടപടികൾ പൂർണ്ണം. 7 കേന്ദ്രങ്ങളിലാണ് ജില്ലയിലെ 16 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. മലപ്പുറത്തെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലൊന്നായ SSM പോളിടെക്നിക് കോളേജിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുക 7 കേന്ദ്രങ്ങളിലായിരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിലാണ്. ഇവിടെയാണ് തിരൂര്, താനൂര്, കോട്ടക്കൽ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് നടക്കുന്നുണ്ടാവുക. നാളെ രാവിലെ 6 മണിയോട് കൂടിയിട്ട് ഇവിടെ സ്ട്രോങ് റൂം തുറക്കും. സ്ട്രോങ് റൂം കോളേജിനകത്ത് കുറച്ച് ഉൾഭാഗത്താണുള്ളത്. നമുക്കിപ്പോൾ അങ്ങോട്ട് പ്രവേശനമില്ല. പറഞ്ഞതുപോലെ 8 മണിയോട് കൂടിയിട്ട് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം സ്വാഭാവികമായിട്ടും പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും എണ്ണുക. ഏകദേശം 1456 കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിന്റെ ആവശ്യത്തിനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയുന്നതുപോലെ ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ EVM-കളായിരിക്കും എണ്ണുക. നാളെ രാവിലെ 6 മണിക്ക് സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെയും കേന്ദ്ര നിരീക്ഷകരുടെയൊക്കെ സാന്നിധ്യത്തിലായിരിക്കും ഈ പറഞ്ഞതുപോലെ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നുണ്ടാവുക. അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയക്ക് ഇരിക്കാനുള്ള മീഡിയ റൂം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജില്ലയിൽ 7 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. കൊണ്ടോട്ടി, ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം എന്നീ നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ മലപ്പുറം ഗവൺമെന്റ് കോളേജിലായിരിക്കും നടക്കുക. നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിലേത് നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ നടക്കും. വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി എന്നീ മണ്ഡലങ്ങളുടേത് തിരൂരങ്ങാടി KM മൗലവി മെമ്മോറിയൽ ഓർഫനേജ് അറബിക് കോളേജിലും, തിരൂരങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരൂരങ്ങാടി ഓർഫനേജ് അപ്പർ പ്രൈമറി സ്കൂൾ എന്നിവിടങ്ങളിലായിരിക്കും നടക്കുക. താനൂര്, തിരൂര്, കോട്ടക്കൽ മണ്ഡലങ്ങളുടേതാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ SSM പോളിടെക്നിക് കോളേജിൽ നടക്കുന്നുണ്ടാവുക. സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജാണ്. ഇവിടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെയുണ്ട്. SSFന്റെ ഒക്കെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ഈ പറഞ്ഞതുപോലെ 441 കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ, 574 അസിസ്റ്റന്റുമാർ, 441 മൈക്രോ ഒബ്സർവർമാർ ഉൾപ്പെടെ 1456 കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. ജില്ലയിലെ മറ്റെല്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഏറെക്കുറെ പൂർണ്ണമായി വരുന്നു. ഈ പറഞ്ഞ പോലെ CCTVയുടെ ഒക്കെ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുക. നാളെ രാവിലെ 6 മണിക്ക് സ്ട്രോങ് റൂം തുറക്കും. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം ഈ പറഞ്ഞതുപോലെ പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും ഉണ്ടാവുക. ഓരോ ടേബിളിലും 14 മെഷീനുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ രീതിയിൽ ഇനി വോട്ടെണ്ണലിനെ അല്ലെങ്കിൽ കേരളത്തിന്റെ വിധി കാത്തിരിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ അതിന്റെ പൂർണ്ണ സജ്ജീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കാര്യങ്ങൾ എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒബ്സർവർമാർ വിലയിരുത്തി അതിന്റെ നടപടികളൊക്കെ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുനീഫ് തിരൂരിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.